ഭൂപ്രശ്നം കേരളത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേരളീയം 2ാമത്തെ എപ്പിസോഡാണ് പുറത്തുവിടുന്നത്. ഇതിൽ സംസാരിക്കുന്നത് ബഹുമാന്യനായ ഫാദർ ആൻ്റണി സേവ്യർ, അതുപോലെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പ്രതിനിധികളായ ജോസഫ് റോക്കി, ബെന്നി തുടങ്ങിയവരാണ്. ഭൂസംരക്ഷണ സമിതി ഈ ഭൂമിയുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവർ വിശദീകരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്ന മുനമ്പം ഭൂപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അതിന് ചരിത്ര രേഖകൾ പരിശോധിക്കണം. ചരിത്ര രേഖകളിൽ ഈ ഭൂമി എന്തായിരുന്നു എന്ന് പരിശോധിക്കണം. ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന് പരിശോധിക്കണം. തീർച്ചയായും ഈ ഭൂമിയിൽ താമസിക്കുന്നവരെ ഇവിടെ നിലനിർത്താൻ ആവശ്യമായ ഒരു സംവിധാനം സർക്കാരിൽ നിന്നും ഉണ്ടാകണം. അതിനെന്ത് ചെയ്യാം എന്നാണ് കേരളീയം ആലോചിക്കുന്നത്, കേരളീയം ഈ ചർച്ച നടത്തുന്നത്. നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. ഇപ്പം മുനമ്പം ഭൂപ്രശ്നത്തിൽ ഏറ്റവും പ്രധാന രേഖയായി ചൂണ്ടിക്കാണിക്കുന്നത്, കോടതി ചൂണ്ടിക്കാണിക്കുന്നത്, ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്, ഭൂസംരക്ഷണ സമിതി ചൂണ്ടിക്കാണിക്കുന്നത്, അതുപോലെ തന്നെ വഖഫ് ബോർഡും ചൂണ്ടിക്കാണിക്കുന്നത് 1950 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ ആധാരമാണ്. ഇത് വഖഫാണ് എന്ന് ഒരു കൂട്ടർ, വഖഫല്ല എന്ന് മറ്റൊരു കൂട്ടർ. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ കേന്ദ്ര ബിന്ദു. മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശനാണ് കേരളത്തിൽ ആദ്യമായി പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ല എന്ന്. പരസ്യമായി അദ്ദേഹം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന അന്വേഷണം നടത്തിയത്, അതല്ലെങ്കിൽ ചർച്ച നടന്നത്. ആ ചർച്ചയുടെ ഫലമായിട്ടാണ് AG ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഫിഡവിറ്റ് നൽകിയത്. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും വഖഫ് ഭൂമിയല്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഏതാണ്ട് സമരസമിതിയും സമാനമായ അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും അതിനോട് യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് വഖഫ് ഭൂമിയാണോ വഖഫ് ഭൂമി അല്ലയോ? ഇവിടെയുള്ള ആളുകൾ സാധാരണക്കാരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. 2-3 തലമുറയായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. 1993-94 കാലഘട്ടങ്ങളിലാണ് അവരിവിടെ ഭൂമി പണം കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിച്ചത്. ഒരു സംശയം കൂടി ചോദിച്ചാൽ, 1960 മുതൽ ഈ ഭൂമി വിറ്റ് തുടങ്ങിയില്ലേ? ഇല്ല, 60 വിൽക്കാൻ തുടങ്ങിയിട്ടില്ല. 89-90 കാലഘട്ടത്തിലാണ് ഫറൂഖ് കോളേജ് ഭൂമി. അല്ല, ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആദ്യം ഭൂമി വിൽപ്പന നടത്തിയത് 89-90. കോടതി 60 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. 60 കേസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരിവിടെ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു. ഒരു കാര്യം ഉണ്ട് കേട്ടോ, അത് 1960കളിൽ ഇവിടെ ബണ്ട് കെട്ടി. അതിനു മുമ്പ് 60 ഏക്കർ വെള്ളം ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ ഏകദേശം 20 ഏക്കറിൽ താഴെയുള്ള സ്ഥലത്ത് ബണ്ട് കെട്ടി അവരത് കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അവിടെയാണ് ഡിസ്പ്യൂട്ട് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെ 1962 ഇവിടുത്തെ ജനങ്ങൾ അതിനെതിരെ കോടതിയിൽ പോകുന്നു, അഡീഷണൽ ജില്ലാ കോടതിയിൽ പോകുന്നു 1962. ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും 1967 അത് OS 53/62, OS 67/67 ആ കാലഘട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. രണ്ടാമത് പോകുന്നത് സബ് കോടതിയിലേക്കാണ് കേസ് പോകുന്നത്. ആ സബ് കോടതിയിലാണ് 1971 വിധി വരുന്നത്. അത് പറവൂർ കോടതി വിധി എന്ന് പറയുന്നത്. അതെ 71. അപ്പോൾ അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞ ഈ 50 ആധാരം അത് വഖഫാണോ വഖഫ് അല്ലയോ? നിങ്ങളുടെ അത് വഖഫ് അല്ല. കാരണം 50 മുമ്പ് തുടങ്ങി ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനത്തിനായി ഈ തീരത്ത് താമസിക്കുന്നുണ്ട്. ഈ സമയത്താണ് സേട്ടു ഈ ആധാരം അതിൻ്റെ ഫ്രണ്ടിൽ വഖഫ് എന്ന് എഴുതുകയും ഫറൂഖ് കോളേജിന് എല്ലാവിധ
കൈവശ അവകാശത്തോടു കൂടി കൊടുക്കുകയും സമ്പൂർണ്ണ അവർ അവകാശം. ക്രയവിക്രയം ചെയ്യാമെന്ന് കൂടി അതിനകത്ത് എഴുതുകയും അതുകൂടാണ്ട് ഈ ഭൂമി ഫറൂഖ് കോളേജ് ഇല്ലാത്തൊരു കാലം വന്നാൽ അത് തിരിച്ചെടുക്കാനുള്ള ഒരു ക്ലോസും കൂടി അദ്ദേഹം എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയതും പഠിച്ചതും അനുസരിച്ച് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണം. ഇത് എന്നേക്കുമായിട്ട് കൊടുക്കുന്ന ഒരു സമർപ്പണം. ഒരു 10 സെന്റ് ഭൂമി നമ്മ വഖഫായി കൊടുക്കുമ്പോൾ അവിടെ തെങ്ങേറ്റക്കാരന് വരെ അവകാശം കൊടുക്കുക, അവിടെ വാടകക്കാരന് അവരെല്ലാം ഒഴിപ്പിക്കുക, അങ്ങനെ എന്നേക്കുമായിട്ട് അള്ളാഹ്ന് കൊടുക്കുന്നതാണ് വഖഫ്. ഇതങ്ങനെയല്ല, ഇത് തിരിച്ചെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് ഇവിടെ താമസക്കാരുണ്ട്, അവരുടെ പൊസിഷനില്ല, കൈവശമില്ല. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു കോടതിക്കും ഇത് വഖഫാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സതീശൻ പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹൻ സാർ പറഞ്ഞു ഇന്നിൻ്റെ കാരണങ്ങൾ കൊണ്ട് വഖഫല്ല. മറ്റേ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമൽ പാഷ സാർ, അദ്ദേഹത്തെ ഞങ്ങൾ ഫയലെല്ലാം കൊണ്ട് കാണിച്ചു, അങ്ങോരും പറഞ്ഞത് വഖഫല്ല. പിന്നെ എന്തുകൊണ്ടാണ് കമൽ ഭാഷ കോടതി വഴി പറഞ്ഞു? ഇല്ലില്ല, ഞങ്ങൾ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. റിട്ടയർഡ് ആയതിനു ശേഷമാണോ പറയുന്നത്? അതിന് ഒപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് 1945 ദാറുൽ അലൂം അസോസിയേഷൻ ഫറൂഖിൽ ഒരു അറബി കോളേജ് സ്ഥാപിക്കുന്നത്. ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഈ സീതി സാഹിബ്, അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഈ പറയുന്ന സിദ്ദിഖ് സേട്ടുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അവർ ഈ അറബി കോളേജ് മാറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു അഫിലിയേറ്റഡ് കോളേജാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം നടത്തി. അങ്ങനെയാണ് 1948 അവിടെ ഈ ഫറൂഖ് കോളേജ് സ്ഥാപിതമാണ്. അപ്പോൾ അതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഫിലിയേഷൻ ലഭിക്കുന്നതിന് 5 ലക്ഷം രൂപയുടെ ബോണ്ട് ആവശ്യമാണ്. അതിന് സിദ്ദിഖ് സേട്ട് കണ്ടെത്തിയതാണ് ഈ ഭൂമി. 1 ലക്ഷം രൂപ വിലയുള്ള ഭൂമിയായിട്ടാണ് ഇതിനെ കണ്ടെത്തുന്നത്. അത് കണ്ടെത്തുമ്പോൾ നാം ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം മൂസ സേട്ടുവിൻ്റെ മകനായിട്ടുള്ള കരീം സേട്ടുവിൻ്റെ മകനായിട്ടുള്ള മൂസ സേട്ടും വരുന്നുണ്ട്, 4 സഹോദരിമാരും വരുന്നുണ്ട്. അതിൽ ഈ മൂസ സേട്ടുവിൻ്റെ മകളായ ആമിന, മൂസ സേട്ടുവിൻ്റെ മരണശേഷം ആമിനക്ക് 5 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരാണ് ജംബുബായി അടക്കമുള്ള ബാക്കി 4 പേര്. അപ്പോൾ മൊത്തം സ്വത്തിൻ്റെ, ഈ പറയുന്ന മൂസ സേട്ടുവിൻ്റെ മൊത്തം സ്വത്തിൻ്റെ പകുതി ഭാഗം ഈ പറയുന്ന ആമിനക്കും 5 വയസ്സായ കുട്ടിക്കും, ബാക്കിയുള്ള പകുതി ഭാഗം 4 സഹോദരിമാർക്കുമാണ്. അങ്ങനെ വന്നപ്പോൾ ഈ മൈനറായ കുട്ടി ആമിനക്ക് രക്ഷകർത്താവായിട്ട് കടന്നു വരികയാണ് സിദ്ദിഖ് സേട്ടു. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് സിദ്ദിഖ് സേട്ടുവിൻ്റെ ഒറ്റ ലക്ഷ്യം എന്താണ്? 5 ലക്ഷം രൂപയുടെ ബോണ്ടിൽ 1 ലക്ഷം രൂപയുടെ ബോണ്ട് ഇതുണ്ടാക്കി മാറ്റണം. അതുകൊണ്ട് സിദ്ദിഖ് സേട്ടു തന്നെയാണ് ഈ ബോണ്ടിൽ സൈൻ ചെയ്യുന്നത്. പക്ഷേ ആമിനക്ക് പ്രായപൂർത്തിയായി വരുമ്പോൾ 1948 1950 ഫറൂഖ് കോളേജ് കൊടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് ആമിനക്ക് ഉണ്ടാകാൻ പോകുന്നത് 10 വയസ്സാണ്. അപ്പോൾ 10 വയസ്സായ പ്രായപൂർത്തിയായി വരുമ്പോൾ ആമിനക്ക് ഏതെങ്കിലും കോടതിയിൽ പോയി സ്വത്ത് തർക്കത്തിൽ വാദം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് വഖഫായി കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മൈനറിൻ്റെ അവകാശം നിൽക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. സിദ്ദിഖ് സേട്ടുവിന് ഈ 1 ലക്ഷം രൂപയുടെ വിലയുള്ള ഈ ഭൂമിയോടെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു കണ്ണും കൂടി ഉണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ അഫിലിയേഷൻ ലഭിക്കുന്നില്ല, ഫറൂഖ് കോളേജ് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ഇത് തിരിച്ച് എനിക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഇത് തിരിച്ചു വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഇത് നിർബന്ധമായും ഈ ഭൂമിയല്ല. ഇതിനോടൊപ്പം 1902 ആദ്യം ചെയ്യുന്നുണ്ടല്ലോ, ഇത് സത്താർ സേട്ടുവിന് പാട്ടത്തിന് കൊടുക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് തീരത്തിനോട് ചേർന്ന് 60 ഏക്കർ തീരത്ത് താമസിക്കുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. കാലകാലങ്ങളിൽ കടൽ എടുത്തു പോകുമ്പോൾ അവർ ഈ കടലിലേക്ക് തന്നെ കയറി വരികയാണ് ചെയ്യുന്നത്. 48 സിദ്ദിഖ് സേട്ട് ഇവിടെ ആദ്യം വരുന്നു, 45 അറബി കോളേജ് മറ്റേ കോളേജ് സ്ഥാപിക്കുന്നു, 48 ഇവിടെ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ താമസക്കാരുണ്ട് ഇല്ല, ഒന്നുമില്ല. കാരണം കടൽ എപ്പോൾ വേണമെങ്കിലും സ്ഥലം എടുത്തു പോകും. അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അന്ന് ജീവനും ജീവനോപാധിയും വഞ്ചിയും വലയും ചീനവലകളുമാണ്. അതിനോട് ചേർന്നാണ് നമ്മൾ താമസിക്കുന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ താമസിക്കുന്നത്.
അതുകൊണ്ട് തന്നെ തെങ്ങുംതോപ്പ് വെക്കാനുള്ളൊരു സംവിധാനം അവരൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷമാണ് തെങ്ങൊക്കെ വരണത്. കുറച്ച് തെങ്ങുകൾ ഇവിടെ വരുന്നു പൊക്കമുള്ള സ്ഥലത്ത്. അതിനുശേഷം ഇദ്ദേഹം അന്നേരം പറയണത്, ഇവിടെ വന്നിട്ടും പറയുന്നുണ്ട്, ഈ ഭൂമി ഞാൻ നിങ്ങൾക്ക് പറവൂർ താലൂക്കിൽ നിന്നും ഇവിടുത്തെ ഇത് എടുത്തു തരാം, അതായത് നിങ്ങൾ താമസക്കാരാണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എടുത്തു തന്നാൽ നിങ്ങൾക്ക് പാലം ഉണ്ടാവും, നിങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങൾ, വെള്ളം ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും, ഇത് പുള്ള മാത്രമേ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞാണ് ഇവിടെ വന്ന് കൂടുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ ആദ്യത്തെ പ്രശ്നം വരുന്നത് 53 തുടങ്ങി കേസ് വന്നു. ഇദ്ദേഹത്തിൻ്റെ കാലം 53 വരെയാണ് സിദ്ദിഖ് സൈഡ് ഉള്ളത്. ഫറൂഖ് കോളേജ് കടന്നു വരുന്നതോടുകൂടിയാണ് ഇവിടത്തുള്ള ആളുകളായിട്ട് ഡിസ്പ്യൂട്ട് വരുന്നത്. അങ്ങനെയാണ് 62-ൽ 35/62 ആദ്യത്തെ കേസും, അതുപോലെ 53/67 രണ്ടാമത്തെ കേസും. അത് ഇഞ്ചക്ഷൻ സ്യൂട്ടാണ്. ഞങ്ങളുടെ ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ സ്ഥലം, ഫറൂഖ് കോളേജ് പറഞ്ഞു ഫറൂഖ് കോളേജിൻ്റെ സ്ഥലം. ഇതാണ് സംഭവിക്കുന്നത്. 75-ൽ അത് ജന്മിയും കുടിയാനും തമ്മിലുള്ള തർക്കം മാത്രമാണ്, അല്ലാതെ വഖഫാണോ അല്ലയോ എന്നുള്ള ഒരു പ്രശ്നമില്ല. കോടതിയിൽ വന്നിട്ടില്ല. 95-ൽ ഈ പുതിയ ആസ്ഥാന മന്ദിരം കലൂര് വന്നപ്പോൾ അവർ ഫറൂഖ് കോളേജിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി ഈ ഭൂമിയിൽ വല്ല ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന 114 ഏക്കർ ഭൂമി ഞങ്ങൾ വിറ്റു, വേറെ സ്ഥലം ഇനി ഇവിടെ ഇല്ല എന്നവർ പറയുകയും ചെയ്തു. അല്ല, അപ്പൊ അവര് വിറ്റ പ്രമാണങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങൾ വാങ്ങിയവരുമുണ്ട്. അന്ന് 218 ആളുണ്ട്. കാരണം 1976 മുതൽ 88 വരെ കേസ് നടത്തിയത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവും കുടിയാൻ സംഘം രൂപീകരിച്ച് അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് 12 വർഷം ഇരുന്ന ആളാണ്. എനിക്കപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ തന്നെ അറിയാവുന്നതാണ്. ഇപ്പൊ 218 കുടുംബങ്ങളുടെ കയ്യിലായി ഫറൂഖ് കോളേജ് 89-ൽ. ഇപ്പൊ ആ 218 കുടുംബം ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് പൈസ കൊടുത്തു വാങ്ങിച്ചു. ആ പൈസ കൊണ്ട് ഫറൂഖിൽ സ്ഥലം മേടിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെ TTC കോളേജ് നടത്തിയിരുന്നു. മോനമ്പം എസ്റ്റേറ്റിൽ നിന്ന് പേരിട്ട് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ കിടന്ന് ഉപ്പോളം കുടിക്കുന്നു. ഇതിനകത്ത് വേറെ സംഭവം കൂടി പിന്നെ വിട്ടുപോയി. അതായത് സത്താർ സേട്ടു ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ ഈ മുൻപം ഭൂമിയില്ല. സത്താർ ഐലൻഡ് ഉണ്ട്, അത് മുഴുവനും ഇല്ല, അത് 90 സെൻറ്റ് അതിനകത്തുണ്ട്. ഈ ഭൂമി ഒരിക്കലും ഇത് പാട്ടത്തിനെടുത്ത മൂസ സേട്ടു ഒരിക്കലും ഇത് വക്കഭൂമിയായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഭൂമിയായിട്ടോ കണ്ടിട്ടില്ല. ഇത് സർക്കാർ ഭൂമിയാണ്. ഈ സർക്കാർ ഭൂമി എങ്ങനെ ഇവരുടെ എല്ലാം കൈകളിലൂടെ ഇപ്പോൾ വിറ്റ് കാശും മേടിച്ച് ഇപ്പോൾ വേറെ അവകാശി വക്കപ്പായിട്ട് വരുന്നു. ഇതിൻ്റെ ഉൽപ്പത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ജീവിച്ചിരുന്ന ആൾക്കാരെല്ലാം പിടിച്ച് ജയിലിലിരുന്ന സ്ഥിതി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സത്താർ ഐലൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണോ? അല്ല, ഇതിനുമായിട്ടൊരു ബന്ധമില്ലാത്ത. അതെന്താ ഇപ്പോഴത്തെ അവസ്ഥ? അതിപ്പോൾ ട്രസ്റ്റ്, അതിപ്പോൾ ഈ പറയുന്ന ബോറ ഖഖാനിക്ക് വന്ന പോലെ ഒരു ട്രസ്റ്റിലാണ് അന്നുള്ളത്. അപ്പം ട്രസ്റ്റ് ആയതിൻ്റെ പേരിൽ തന്നെ അത് ട്രസ്റ്റിന് പരമാധികാരമുണ്ട്. അവിടെ ആളുകൾ താമസമുണ്ട്. ഇപ്പം താമസമുണ്ട്, പക്ഷെ അവർ ട്രസ്റ്റിൻ്റെ കൺട്രോളിലാണ്. ആ ട്രസ്റ്റിൻ്റെ അകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ട്രസ്റ്റിന് പരമാധികാരമുണ്ട്. നമ്മൾ അന്നേരം പറഞ്ഞു നിർത്തിയത് 218 ആളുകൾ അന്നത്തെ കുടുംബം, ഇന്നത് 610 കൂടി. അങ്ങനെയാണ് ഈ 610 കുടുംബങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ഉള്ളതെന്നെങ്കിൽ 1950 ഡോക്യുമെൻ്റ് വെച്ചാണ് ഇത്രയും സംസാരിക്കുന്നത്. പക്ഷേ 1924 ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വഖഫ് ആക്ട് വരുന്നത്. ആ ആക്ടിൽ തന്നെ എല്ലാ ആക്ടുകളിലും പറയുന്നത് ഏതൊരു ഭൂമി വഖഫായിട്ട് എഴുതുകയാണെങ്കിലും 6 മാസത്തിനുള്ളിൽ അത് വഖഫ് രജിസ്റ്ററിൽ ചേർക്കണമെന്നാണ്. ഇപ്പോൾ ഈ ഭൂമി 1950 ഡോക്യുമെൻ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫ് ബോർഡ് ചേർക്കുന്നത് 69 വർഷങ്ങൾക്ക് ശേഷമാണ്, 2019-ലാണ്. അപ്പോൾ അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് നിയമം എടുത്തു കഴിഞ്ഞാലും അവർ ചേർക്കാനുള്ള അധികാരം അവർക്കില്ല. 6 മാസത്തിനുള്ളിൽ അവരെല്ലാം ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഫറൂഖ് കോളേജ് ഈ ആളുകൾക്ക് വിറ്റ ഭൂമി. അത് വഖഫ് ബോർഡ് അതിനെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെയാണ്. പക്ഷേ അവിടെ ഫറൂഖ് കോളേജ് വളരെ വ്യക്തമായിട്ട് അവർ ട്രസ്റ്റാണ്. അവർ ട്രസ്റ്റ് കൂടിയിട്ട് അവരുടെ റെസൊല്യൂഷൻ പാസ്സാക്കി എല്ലാ നിയമ ഉപദേശങ്ങളും തേടിയിട്ടാണ് അവർ ഈ സ്ഥലം വിറ്റിരിക്കുന്നത്. മാത്രമല്ല പ്രമാണത്തിൽ അവർക്ക് വിൽക്കാൻ അധികാരം നൽകിയിരിക്കുന്നതുകൊണ്ട് ഉണ്ട്, അവർക്കുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ടൈറ്റിലായിട്ട് എല്ലാവർക്കും വന്നിരിക്കുന്നത്. ക്രയവിക്രയം ചെയ്യാന്ന് അതിനകത്തുണ്ടല്ലോ. ഉണ്ട്. അതാണ് നിങ്ങളുടെ വാദം, ക്രയവിക്രയം ചെയ്യുക. അതാണ് കോമഡി എന്താണെന്നറിയോ? ചില ഉസ്താദന്മാർ പറഞ്ഞറിയാമോ, വഖഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ അടിയിൽ എന്ത് എഴുതിയിട്ടും കാര്യമില്ല, ക്രയവിക്രയം എഴുതിയിട്ടും കാര്യമില്ല, ഒന്നുമില്ല. ഇന്ത്യൻ നിയമത്തിന് ഒരു വിലയില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു നിയമമുണ്ടല്ലോ,
ആ നിയമത്തിന് ഒരു വിലയില്ല. വഖഫ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് എഴുതിയിട്ട് ഒരു കാര്യമില്ല. ചില ഉസ്താദന്മാർ പറയുന്നത് ഇവരൊക്കെ ഏത് ലോകത്താണെന്ന് അല്ല, അറിയില്ല. അത് ഈ വഖഫ് സംരക്ഷണ വേദിയുടെ വാദം അതാണ്. വഖഫ് എന്ന് പറയുന്ന പദം വന്നു കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമിയായി കഴിഞ്ഞു, അതിന് വ്യവസ്ഥ വയ്ക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വ്യവസ്ഥ വെച്ചത് കൊണ്ട് വഖഫ് അല്ലതായി തീരില്ല എന്ന നിലപാടാണ് അവർ പറയുന്നത്. അത് നമ്മുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ തീരുമാനമല്ലല്ലോ. ഇവിടെ ഈ ഇന്ത്യൻ ഭരണഘടനക്ക് അതിൻ്റെ കീഴിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, അതിലല്ലേ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളത്. അതിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളും ഒക്കെയാണ് വാട്സപ്പിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന കീഴ്പ്പെടുന്ന കാര്യങ്ങളൊന്നും പറയില്ല, മുകളിലെ കാര്യങ്ങൾ മാത്രം പറയുള്ളൂ. സുനിലെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവർ ഈ ഭൂമി തട്ടിയെടുക്കുമ്പോൾ ഇവിടെ ഉള്ളൊരു മനുഷ്യനൊരു നോട്ടീസ് കൊടുത്തില്ല, ഈ ഭൂമി അളന്നില്ല, ഗസറ്റി പരസ്യം ചെയ്തില്ല, മന്ത്രി തലത്തിൽ ചർച്ച ചെയ്തില്ല. കുറേ മത്സ്യത്തൊഴിലാളി, പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഇവർ കവർന്നെടുക്കുകയായിരുന്നു. ഇത് ഏത് ദൈവം അംഗീകരിക്കും? നമ്മുടെ ഈ പറവൂർ കോടതി വിധിയില്ലേ, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, പറവൂർ കോടതിയിലുള്ള പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ തീരപ്രദേശം അവരുടേതായിരുന്നു. അവർ കാലാകാലങ്ങൾ, എനിക്കറിയാം, എൻ്റെ വൈഫിൻ്റെ റിലേഷനിൽ വരുമ്പോൾ ആദ്യത്തെ മഞ്ഞുമാതാപ്പള്ളിയിൽ നടത്തിയിരിക്കുന്ന 1870 ആണ് മാമുദീസ് നടത്തിയത്. അതിൻ്റെ കോടതി ഉത്തരവ് എന്തായിരുന്നു? അവസാനം ഉത്തരവ് ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്. ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്. കാരണം അവർ 404 ഏക്കറിന് കരമടച്ച് രസീതുണ്ട്. കാരണം ഈ സിദ്ദിഖ് സേട്ടു ഇത് വാങ്ങിക്കുന്നത് 1948 അതാണ് ഇവിടുത്തെ സംഭവം. അതിന് കരം അവരടച്ചുകൊണ്ടിരുന്നത്. കാരണം സീവാളില്ല, കടൽ ഭിത്തി വരുന്നത് 1978 ഇവിടെ പാലം വന്നു, കടൽ ഭിത്തി വന്നു. 1980 ഇത് പെർമനൻ്റ് ആണത്. അതിന് മുൻപ് വരെ കടൽ വരെയും ചെയ്യും, അതേപോലെ തന്നെ മണ്ണ് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ 80 ശേഷം ഇത് പെർമനൻ്റായി. 86 CRZ നിയമത്തിൻ്റെ കരട് വിജ്ഞാപനം വന്നത്. പിന്നെ 91 ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ 89 ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ഞങ്ങൾ അപ്പം പറവൂർ കോടതി വിധിയിൽ മാനേജ്മെന്റിനെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു, അല്ലാതെ വഖഫ് ഭൂമിയാണെന്ന് ഇല്ല. ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ഭൂമിയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. അവിടെ വിധി വന്നേക്കണ എന്താണ്, ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ്, ദാനാധാരം എന്നുള്ള നിലയിൽ ദാനാധാരം തന്നെയാണ്, ഗിഫ്റ്റ് ഡീഡാണെന്ന് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് ലാൻഡ് ഗ്രാബിംഗ്, അൾട്രാ വൈറസ്, ബാഡ് ഇൻ ലോ, ഭൂമി പിടിച്ചെടുക്കൽ, അതായത് ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. കാരണം കാലാകാലങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി, എല്ലാ നടപടിക്രമങ്ങളും ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ പിടിച്ചെടുക്കുന്ന രീതി. അതുകൊണ്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ് അവസാനത്തെ വിധി വന്നിരിക്കുന്നത്. അതിന് സ്റ്റേ കൊടുത്തിട്ടുള്ളൂ ആ പരാമർശത്തിന്. പക്ഷേ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഗവൺമെൻറ് അടിയന്തിരമായി മന്ത്രിസഭ ചേർന്ന് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അവർ നേരത്തെ സർക്കാർ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ആളുകൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരാനുള്ള തീരുമാനം അടിയന്തരമായി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഈ നിസാർ കമ്മീഷൻ വരുന്നതിനിടയിൽ എന്ന് വെച്ചാൽ 2008 നിസാർ കമ്മീഷൻ വരുന്നു, 2009 റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിനിടയിൽ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഒന്നും നേരിട്ടിട്ടില്ല? ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നിസാർ കമ്മീഷൻ ഇവിടെ വരികയോ ഭൂമി കാണുകയോ ഭൂമിയുടെ ഈ കിടപ്പ് കാണുകയോ ഇതൊന്നും പുള്ളി കണ്ടിട്ടില്ല. എവിടെയോ ചില്ലും കൂട്ടിലിരുന്നുള്ള ഒരു സംഭവമാണ് സാറേ. ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87 ഞങ്ങൾ ഇവിടുന്ന് ഇറക്കാനായിട്ട് ഫറൂഖ് കോളേജ്, അത് ഫറൂഖ് കോളേജിൽ നിങ്ങളും അല്ലാതെ ഇല്ല ഫറൂഖ് കോളേജ് ഞങ്ങൾ ഇവിടുന്ന് ഓടി. ഫറൂഖ് കോളേജിന് സർക്കാരൊന്നുമല്ല പണി വരെ അവർ നോക്കി. ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി അവർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും സർക്കാരിനോട്, അന്നത്തെ സർക്കാരിനോട് കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സർക്കാർ പറഞ്ഞു ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല, രക്തച്ചൊരിച്ചിലുണ്ടാവും. അതിനുശേഷം അവരൊരു തീരുമാനത്തിലെത്തുന്നു, ഈ ഭൂമി ഞങ്ങൾക്ക് തരാൻ. സബ് കോടതിയിൽ വീണ്ടും അവർ കേസ് ഫയൽ ചെയ്യുന്നു ഈ ഭൂമി ഞങ്ങൾക്ക് വിൽക്കാനായിട്ട്. അങ്ങനെ കോടതിയുടെ അംഗീകാരത്തോടെയാണ് ഫറൂഖ് കോളേജ് ഈ ഭൂമി ഞങ്ങൾക്ക് തരുന്നത്.
പറഞ്ഞില്ലേ ഈ അപ്പൊ കോടതി നിങ്ങൾക്ക് ഔദ്യോഗികമായി കരമടച്ച് കിട്ടുന്നത് ഏത് കൊല്ലം? 89 തുടങ്ങിയാണ് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടി കരമടച്ചു. ഇതിനകത്തല്ല അപ്പൊ നിങ്ങളെല്ലാം ഫറൂഖ് കോളേജിന് പൈസ കൊടുക്കും? പൈസ കൊടുത്ത്, അവര് പറഞ്ഞ പൈസ കൊടുത്ത് ഒരു വഴി പോലും ഞങ്ങൾക്ക് അവർ ഇട്ട് തന്നില്ല. ഇപ്പോൾ വഴികളെല്ലാം ഞങ്ങൾ തന്നെ ഇട്ടാണ്. അതായത് കോടതി പറഞ്ഞ അംഗീകാരത്തോട് ഭൂമി ഞങ്ങൾ വാങ്ങി, വില്ലേജിനോടും കോടതി പറഞ്ഞു അവർക്കത് അളന്നു കൊടുക്കാനായിട്ട്. ഇതെല്ലാം ഉണ്ടായി. ഇപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്ന പറവൂർ കോടതി ഏത് വർഷം? 87 ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഹൈക്കോടതി ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടും ഈ കുറച്ച് ആൾക്കാർ ഇവർ കോടതിനൊന്നും അംഗീകരിക്കില്ലേ? അല്ല, നമ്മൾ അതിലേക്ക് വരാതെ പറവൂർ കോടതിയുടെ വിധി അന്നത്തെ റവന്യൂ വകുപ്പ് അംഗീകരിച്ചു. അപ്പൊ നിങ്ങൾക്ക് വില്ലേജിൽ നിന്ന് എന്താ പേര് കൂട്ടി എല്ലാം കിട്ടി. അത് എത്ര കുടുംബത്തിന് കിട്ടി? ഈ പറയുന്ന അന്നുണ്ടായിരുന്ന 218 കുടുംബങ്ങൾക്കും കിട്ടി. 1989 218 കുടുംബങ്ങളും ഇന്നത്തെ 610 കുടുംബം. അപ്പം ഫറൂഖ് കോളേജിന് ഭൂമി വിൽക്കാനുള്ള അനുമതി നൽകിയത് കോടതി, ഫറൂർ സബ് കോടതി, പ്രിൻസിപ്പൽ സബ് കോടതിയാണ് അനുമതി കൊടുത്തത്. പിന്നെ 2019 വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും എല്ലാ റവന്യൂ. അപ്പം ഈ പറവൂർ കോടതിയുടെ വിധിയോടുകൂടി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഫറൂഖ് കോളേജിന്റെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. അവർക്ക് പൈസയും കിട്ടി. അവിടെ TTC കോളേജ് പണിതത് ഈ പൈസ ഉപയോഗിച്ചാണ്, ഇപ്പോഴും നിലവിലുണ്ട്. പ്ലസ് അവിടെ ഒരു സ്ഥലവും വാങ്ങിച്ചു. അത് അവർ അംഗീകരിക്കും. അപ്പൊ അതുവരെ നിങ്ങളും ഫറൂഖ് കോളേജും തമ്മിൽ തർക്കമുള്ളത്? കോടതിയിൽ കേസുണ്ട്. ആ കോടതിയിൽ ഫറൂഖ് കോളേജിന് അനുകൂലമായി വിധി വരുന്നു, നിങ്ങൾക്ക് ഭൂമി വിൽക്കുന്നു, നിങ്ങൾ പൈസ കൊടുക്കുന്നു, നിങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് കിട്ടുന്നു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പൊ 2008-ലും 2009 കമ്മീഷൻ വരുന്നു, 2009 കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾ എപ്പോ അറിഞ്ഞ്? ഞങ്ങൾ അറിയണത് ഇപ്പോഴീ 2022 ഞങ്ങൾ ഇതിനെ അന്വേഷിച്ചു. 2022 ജനുവരി 13 ഈ കളക്ടർ തഹസിൽദാർക്ക് ഓർഡർ കൊടുക്കുന്നത് ഈ വില്ലേജ് അതുവഴി വില്ലേജിന് കരമടച്ചു കൊടുക്കരുത്. ഈ 2008 നിസാർ കമ്മീഷൻ ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയുന്നില്ല. 2022 ജനുവരി 13 ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇതെല്ലാം തെളിയുന്നത്. ഇന്ന് കേരളത്തിലെ ഉള്ള എല്ലാവരും സംസാരിക്കുന്നതും ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾ എടുത്ത ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇന്ന് കേരളത്തിൽ. ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് നികുതി അടയ്ക്കേണ്ട അല്ലെങ്കിൽ നികുതി സ്വീകരിക്കാതെ വരുമ്പോഴാണോ നിങ്ങൾ അറിയുന്നത്? അതെ. നികുതി അടയ്ക്കാൻ ചെന്നപ്പോൾ നികുതി സ്വീകരിക്കുന്നില്ല, അപ്പോഴാണ് നിങ്ങൾ അറിയുന്നു. അതുവരെ നിങ്ങൾ ഇത് വക്കഫാണ് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. ഇല്ല, വക്കഫല്ല. ആ വാക്ക് നിങ്ങളോട് സംസാരിക്കും. വക്കഫായി ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നികുതി അടയ്ക്കുന്നില്ല എന്നല്ലേ അന്ന് പറയുന്നത്, ഇല്ലേ? എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. ഇത് വക്കഫാണെന്നൊന്നും പറഞ്ഞില്ല അന്ന്. നിങ്ങൾക്ക് മനസ്സിലായി? ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് MLA അച്ഛൻ്റെ അടുത്ത് വരുന്നു. ഇവിടെ തന്നെ ഒരു ഹാളിൽ മീറ്റിംഗ് കൊടുക്കുന്നു. ഉണ്ണികൃഷ്ണനാണ് MLA. ഞങ്ങൾ അതിനകത്ത് ചെയർമാനായിട്ട് സെബാസ്റ്റ്യൻ ചേട്ടനെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ MLA അടുത്ത് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നടന്ന പരിശ്രമിച്ചതിൽ കരമടച്ച് കിട്ടിയപ്പോൾ ഞങ്ങളുടെ പ്രശ്നമെല്ലാം. അതല്ല, കരം അടയ്ക്കാത്ത എന്താണെന്ന് പറഞ്ഞു നിങ്ങളോട്. നിങ്ങളുടെ കരം സ്വീകരിക്കേണ്ട എന്ന് വില്ലേജിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, തർക്കമുണ്ടെന്നുള്ളതാണ്. തർക്കഭൂമിയാണ്, അതുകൊണ്ട് കരം അടയ്ക്കാൻ പറ്റില്ല. അന്നേരം നിങ്ങൾ മറ്റേ 2019 വഖഫ് ബോർഡ് ഇത് രജിസ്റ്റർ ചെയ്തു എന്നുള്ള ഒന്നും അറിയില്ല. ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ല. ഈ വഖഫ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുന്നത് തന്നെ ഞങ്ങൾ 2022 2022 ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും വഖഫ് മന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയുള്ള ചർച്ചയിലൂടെ ഞങ്ങൾക്ക് കരമടക്കാൻ ഒരവസരം ഉണ്ടാക്കി തന്നു. അതിന് ഇവർ ഡിവിഷൻ ബെഞ്ചിൽ സ്റ്റേ ചെയ്യുകയും ഞങ്ങളുടെ ആ കരടവ് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇവരുടെ ലേറ്റസ്റ്റ് കോമഡി എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സ്റ്റേ. ഇപ്പം ഞങ്ങളുടെ റവന്യൂ അവകാശം വരുമ്പോൾ ഹൈക്കോടതിയിൽ സ്റ്റേ. അതെല്ലാം 19 ശേഷം 2025 ഏപ്രിലിൽ രാജൻ തട്ടിൽ സാറ് വിധി പറയുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വിധി പറയാണ്ടിരിക്കാൻ അവിടെ സ്റ്റേ കൊടുത്തു. അദ്ദേഹത്തിന് വിധി പറയാൻ പറ്റിയില്ല, പുതിയ അങ്ങേര് മാറിപ്പോയി. ഇപ്പോൾ ട്രൈബ്യൂൺ വിധി പറയാണ്ടിരിക്കാൻ വേണ്ടി വീണ്ടും സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ആ കേസുണ്ട്. അപ്പോൾ ഈ വഖഫ് ബോർഡും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംരക്ഷണ സമിതിയും ഒരു കോടതിയെ ഇവർ അംഗീകരിക്കില്ല.
ഹൈക്കോടതിനെയൊക്കെ ഒരു പുല്ല് വിലയാണ് അവർ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം എന്തൊക്കെ ചെയ്തു? ഈ നികുതി അടയ്ക്കാൻ പറ്റില്ല എന്ന് വില്ലേജ് ഓഫീസർ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ MLA ആയിട്ട് പോകുന്നു പലവട്ടം, അതായത് ഒരു കുറേയേറെ പ്രാവശ്യം ഞങ്ങൾ റവന്യൂ മന്ത്രിയായിട്ട് പോകുന്നു, ചർച്ച ചെയ്യുന്നു, നമുക്ക് കരമടക്കുന്നതിനുള്ള സംവിധാനം തരുന്നു. ആ 2022 ഒക്ടോബർ മാസം 7-ാം തീയതി ഞങ്ങൾക്ക് കരമടക്കാൻ അനുവാദം തന്നു. പക്ഷേ അന്നത്തോടുകൂടി ഞങ്ങളുടെ ഈ പ്രശ്നം തീർന്നു എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. പിന്നെയാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. അല്ല, അന്നേരവും ഇത് വഖഫാണ് തടസ്സമാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ 1950 ഡോക്യുമെന്റ് ആരും കണ്ടിട്ടില്ല. ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡാറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഫറൂഖ് കോളേജ് നേരിട്ട് വിറ്റതുകൊണ്ട് ഒരു മുന്നാധാരം ആരും തന്നെ മാത്രമല്ല കോടതി പറവൂർ കോടതിയുടെ വിധി അനുസരിച്ച് വിധിയുണ്ട്. മാത്രമല്ല 22 വർഷങ്ങൾ, അതെങ്കിൽ ഈ 2022 വരെ ഈ ആധാരം 34 വർഷം ഈ ഭൂമി സഹകരണ ബാങ്കുകളിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും നമ്മൾ ചെന്ന് ലോൺ വായ്പ എടുത്തിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2022 നമ്മൾ ഈ കാര്യങ്ങൾ പെട്ടെന്ന്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കൂട്ടി വായിക്കേണ്ടത്, കേന്ദ്രത്തിൽ ഈ വഖഫ് നിയമത്തിന് ഭേദഗതി വരുത്താൻ പോകുന്നു അന്നറിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടെന്നും ഈ സെക്ഷൻ 40 എന്താണെന്നും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പിന്നെ സുനിലെ ഞങ്ങൾ നടത്തിയ സമരം ഇന്ന് ഇന്ത്യയിൽ തന്നെ ആ ഒരു വിരളമായിരിക്കുള്ളൂ. ആ രീതിയിലുള്ള സമരമാണ് ഇവിടെ ഞങ്ങൾ നടത്തിയ നിരാഹാര സമരം. ഡെയിലി ടൂറിസ്റ്റ് വണ്ടികളാണ് ജനങ്ങളിങ്ങനെ ഒഴുകി വന്നിരുന്നത്. ആ സമരത്തിൻ്റെ 45-ാം ദിവസം മുഖ്യമന്ത്രി ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷൻ ഇവിടെ വരുന്നു. ആ കമ്മീഷൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. ആ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെക്കാൻ വേണ്ടി സിംഗിൾ ബെഞ്ചിൽ ഇവർ കേസ് ഫയൽ ചെയ്യുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഡിവിഷൻ ബെഞ്ചിലോട്ട് പോവുകയും ഞാനും ബെന്നിയാണ് എന്താ കക്ഷികൾ, ജോസഫ് റോക്കിയും ജോസഫ് ബെന്നിയാണ് ആ കേസിലെ കക്ഷികൾ. ആ കേസാണ് വഖഫ് ഭൂമി അല്ല എന്ന് വിധി പറയുന്നത്, കോടതി പറയുന്നത്. ഇത് ഏതിനാണിപ്പോ സുപ്രീം കോടതി പോയി സ്റ്റേ വാങ്ങിയത്? സ്റ്റേക്ക് അവരെന്താ ഉന്നയിച്ചത്? അല്ല, സ്റ്റേക്ക് അവർ ഉന്നയിച്ചത് വഖഫ് ട്രൈബ്യൂണലിൽ ഇത് വഖഫാണോ അല്ലയോ എന്ന് കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മേൽക്കോടതിയായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിക്ക് യാതൊന്നും തന്നെ വീണ്ടും പരിശോധിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ആ പരാമർശനത്തിന് റദ്ദ് ചെയ്യണമെന്നും ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാമെന്നുമാണ് പറഞ്ഞത്. അവിടെയാണ് സ്റ്റാറ്റസ് കോ രാമേന്ദ്രൻ നായർ കമ്മീഷൻ പ്രവർത്തനം തുടരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഇവിടെ പറഞ്ഞതൊരു കാര്യം, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് 2022 ഡിസംബർ മാസം 12-ാം തീയതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി TR രവി സാറ് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചിട്ടാണ് ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് തന്നിരുന്നത് 2022 ഡിസംബർ 12-ാം തീയതി. പക്ഷെ അതാണ് സ്റ്റാറ്റസ് കോ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്നേരം കൗണ്ടർ ഫയൽ ചെയ്തപ്പോൾ 2022 ഒക്ടോബർ 7-ാം തീയതി ഞങ്ങൾ കരമടക്കുന്നതിനുള്ള അനുവാദമാണ് കൊടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ നിലപാട് അങ്ങനെ ആയിപ്പോയി. കരമടവാണ് സ്റ്റാറ്റസ് കോ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അവിടെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സുപ്രീം കോടതി കൊടുത്തതാ? അല്ലല്ല, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ. അവിടെ നിന്ന് ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരമടക്കാൻ മാത്രം തന്നു. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയിരിക്കുന്നതെന്ന് സർക്കാർ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന് എന്ത് ചെയ്യാം? നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരാനായിട്ട് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് റവന്യൂ വകുപ്പിന് തന്നെ കുറച്ച് അവ്യക്തതയുണ്ടായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരെ. കാരണം ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് പലപ്പോഴും ഈ റവന്യൂവിന് ഇതൊരു വില്ലേജിലെ പ്രശ്നമാണല്ലോ, ഒരു വില്ലേജിലെ കുറച്ച് കുടുംബങ്ങളുടെ പ്രശ്നമാണ്, അല്ല സംസ്ഥാനം മൊത്തം നേരിടുന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഉന്നതതല യോഗം വിളിച്ചത്. അതിന് മറുപടി പറയാൻ ഏറ്റവും ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥ അല്ലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾ ഫോർട്ട് കൊച്ചി സബ് കളക്ടറാണ്. അതുകൊണ്ടാണ് അവർക്ക് അത് അവിടെ അവതരിപ്പിക്കാനും പറ്റിയോ. അവരവതരിപ്പിച്ച ചരിത്രപരമായ കാര്യങ്ങളാണ്
ഹൈക്കോടതിയിൽ ഈ അഫിഡവിറ്റായിട്ട് വന്നത്, സർക്കാരിൻ്റെ നിലപാടായിട്ട് വന്നത്, അതിനി ഒരു മുഖ്യമന്ത്രിക്ക് മാറ്റാൻ പറ്റില്ല. അതാണ് സർക്കാരിൻ്റെ പൊതു നിലപാട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് എടുത്തേക്കുന്ന നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പം അതനുസരിച്ച് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ലെവലിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. അതെ അതെ. ഇപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഇനി പിന്നോക്കം പോകാൻ കഴിയുമോ എന്നെനിക്ക് തോന്നുന്നില്ല. സർക്കാരിന് ഇനി ആ വാദത്തിലല്ലേ നിൽക്കാൻ പറ്റൂ. ഒരു സർക്കാർ വാദിച്ച കാര്യം അടുത്ത സർക്കാരിനും പിന്തുടരുക മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താ അങ്ങനെ പറഞ്ഞാൽ പോലും? അല്ല, ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അച്ഛൻ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രതിസന്ധികൾ ഇത്രേ ഉള്ളൂ. 2022 മുതൽ ഇവിടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഇവിടെ സാധാരണക്കാരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവർ എപ്പോഴും അവരുടെ ആധാരം സഹകരണ ബാങ്കുകളിൽ വെച്ചാണ് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇപ്പോൾ ആരെങ്കിലും പിള്ളേരുടെ ഉന്നത പഠനത്തിന് പോകാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും വേറെ ലോണൊന്നും കിട്ടില്ല, ഇവിടുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ്, ഒരു ഓപ്പറേഷൻ, ഇതിനെല്ലാം ഇവർ ആശ്രയിക്കുന്നത് ഈ ഡോക്യുമെൻ്റാണ്, ആധാരമാണ്. അപ്പോൾ അതിപ്പോൾ ഒന്നും വിലയില്ലാതെയായി. രണ്ടാമതായിട്ട് ആളുകൾ മറ്റേ പുറത്ത് അമിത പലിശയ്ക്ക് പൈസ എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നേക്കണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ബ്ലേഡ് ബാങ്കുകൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രൈവറ്റ് ഫിനാൻഷ്യൽ ബാങ്കേഴ്സ് ഇവിടെ ഒത്തിരി വന്ന് കടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കടക്കണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും അതിൽ പെട്ട് അവസാനം ഒരു ആത്മഹത്യയുടെ നിലയിലോട്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഭൂമി ഒരിക്കലും വിൽക്കാനായിട്ട് സാധിക്കുകയില്ല, നോ ട്രാൻസ്ഫറബിൾ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. പിന്നെ പുറത്തുനിന്ന് ആളുകൾ ഒരു വിവാഹകാര്യമാണ് എന്താണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഒന്നും ഇല്ലാന്നൊരവസ്ഥയാണ് ആകുന്നത്. കാരണം ഭൂമി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ കിട്ടുന്നില്ല. പിന്നെ വീടുകൾ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം എന്ത് ചെയ്താലും നമുക്ക് അതിൻ്റെതായ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. പഞ്ചായത്തിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കുകയില്ല. പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അതിനുള്ള പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻസ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ഇവിടെ ഞെരുക്കപ്പെടുകയാണ്. നമുക്ക് ഭൂമി ഉണ്ട്, നമ്മൾ കരമടച്ച് ഇത്രയും വർഷങ്ങളായിട്ട് കരമടച്ച് ഇവിടെ താമസിച്ച് എല്ലാം ചെയ്ത്, പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇതൊക്കെ ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് സർക്കാരിന് എങ്ങനെ ഇടപെടാൻ കഴിയും? ഇനി സർക്കാരിന് ഇടപെടാൻ കഴിയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുനമ്പം തീരപ്രദേശത്തെ 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ റദ്ദു ചെയ്തിരിക്കുന്നതുകൊണ്ട് അടിയന്തിരമായി മന്ത്രിസഭ ചേർന്ന് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ കൗണ്ടർ ഫയൽ ചെയ്താൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. കൂടാതെ കേരള ഗവൺമെൻറ് ഇത് വഖഫ് ഭൂമി അല്ല എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് വഖഫ് ബോർഡിനെ അറിയിക്കുകയും വഖഫ് ബോർഡ് കേസെല്ലാം പിൻവലിച്ച പ്രശ്നം തീർന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ മനസ്സിലായ? ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുകയാണ് ഇത് വഖഫ് ഭൂമി അല്ല, അതുകൊണ്ട് കേസുകളെല്ലാം പിൻവലിക്കണമെന്ന് ബോർഡിനോട് പറഞ്ഞാൽ അനുസരിക്കണം. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അതിൽ അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഈ ഗോപാലകൃഷ്ണക്കുറുപ്പ് AG പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? അല്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെയാണ് വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയിരിക്കുന്നത്. കാരണം അന്നേരം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനമാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ ജഡ്ജി ഇത് മുഴുവനും പഠിച്ചപ്പോഴാണ്, പിന്നെ പൂന്തോട്ടം സാറ്, അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം സാറ് വളരെ ഭംഗിയായി ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് പഠിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ കൂടി ജഡ്ജി ഇതിൽ ഉൾപ്പെടുത്തി. ഈ ജോർജ് പൂന്തോട്ടം സാറ് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന് ക്ലാരിറ്റി ഉണ്ടായത്. ഞങ്ങൾക്ക് വേറെ 4-5 വക്കീൽമാരൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാര്യവും നടന്നിരുന്നില്ല. സാറ് വന്നപ്പോഴാണ് ഇത് ഒരു കുടുംബക്കാരൻ അറിയാണ്ട് ഭൂമി എടുത്തതും അളക്കാണ്ടും നോട്ടീസ് കൊടുക്കാണ്ടും ആ രീതിയിൽ കേസിനെ മാറ്റുന്നത് പൂന്തോട്ടം സാർ വന്നതിന് ശേഷമാണ്. ₹1 ഞങ്ങൾക്ക് വാങ്ങാണ്ടാണ് അദ്ദേഹം ഈ കേസ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഈ രാജാവ് കൊടുത്ത പാട്ടത്തിൻ്റെ എന്തെങ്കിലും രേഖ കിട്ടിയിട്ടുണ്ടോ? സകല രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സത്താർ സേട്ടുവിൻ്റെ വിൽപത്രത്തിൽ ഈ ഭൂമി ഇല്ല. അല്ല, ആ പാട്ടത്തിൽ എന്തെങ്കിലും രാജാവ് വ്യവസ്ഥ വെച്ചിരുന്ന? ഇല്ലില്ല, ഇത് പാട്ടഭൂമി തന്നെയാണ്. ഈ പാട്ടഭൂമി സേട്ടു കുതന്തങ്ങളിലൂടെ നേരത്തെ പറഞ്ഞില്ലേ, അവർ ഈ കൈക്കലാക്കുകയും കുഴിപ്പള്ളി വില്ലേജിൽ കരമടച്ചുകൊണ്ട്. അതിൽ ഏത് വർഷം ആദ്യമായി കരമടച്ചു?
1951 കരമടക്കുന്നത് ഫറൂഖ് കോളേജ്. പട്ടയം പിടിച്ചു ഫറൂഖ് കോളേജ്. 51 പട്ടയം പിടിച്ചു. അതല്ല അല്ലല്ല, ഇതിൽ പറയുന്നത് ഇതിൽ 1924 ഇത് സംഭവിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഭാഗാധാരം വരുന്ന സമയത്താണ് അവിടെ നിന്നാണ് ഈ ഭൂമിയുടെ എൻ്റെ ഒരു സംശയമാണ്, ഈ പാട്ടം കൊടുത്ത ഭൂമി പട്ടയ ഭൂമിയാക്കി എങ്ങനെ മാറ്റിയെന്നാണ്. അല്ല, ഞങ്ങള് അതിലേക്ക് കൂടുതൽ പോയിട്ടില്ല. ഇല്ല, ഞങ്ങൾ പോകാത്തതിന്റെ കാരണം ഇതൊരു പട്ടയ ഭൂമിയെ സർക്കാർ ഭൂമിയാണ് എന്ന് വന്നാൽ, നമ്മൾ 1948 മുതലാണ് ഞങ്ങൾ ചെയ്യണത്. കാരണം സിദ്ദിഖ് സേട്ടു പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ജംബുബായിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അതിനു മുമ്പ് ഇത് ഡിവിഷൻ ബെഞ്ചും അവിടേക്ക് പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, അവിടെയാണ് സംഭവം. നമ്മൾ ഇത് റവന്യൂ ഭൂമിയാണ്, പാട്ടഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഭൂമി. ഈ റവന്യൂ ഭൂമിയാണ്. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ കേസുകൾ നടത്തി, ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ചു, ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ട്, ഇത് കോടതി പല ബാങ്കുകളിൽ ഇരിക്കുന്നു. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സർക്കാർ ഭൂമി ഞങ്ങൾക്ക് പട്ടയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ പട്ടയത്തിന് പിന്നാലെ നടക്കണ്ടേ? അല്ല, അതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം ഹാരിസൺ മലയാളത്തിൽ നിന്ന് പലപ്പോഴായി വാങ്ങിയ ഭൂമി വയനാട്ടിൽ സർക്കാർ അവസാനം രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പം തീരുമാനിച്ചത് ഒരു നിശ്ചിത ഏക്കറിൽ താഴെ വാങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാം അനുമതി കൊടുക്കാനാണ്. കാരണം അത് പിന്നീട് തിരിച്ചെടുക്കലൊന്നും സാധ്യമല്ല. സാർ, ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് CRZ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇവിടെ പട്ടയം എന്തുകൊണ്ടാണ് 86 മുതൽ 86 CRZ കരട് വിജ്ഞാപനം വരുന്നത്, 91 ആ വിജ്ഞാപനമാകുന്നു. അവിടെ അതിനുശേഷം എന്ത് സംഭവിക്കുന്നത്, ഇവിടെ പട്ടയം കൊടുത്തിട്ടില്ല ഈ ഏരിയയിലൊന്നും, ഇപ്പോഴും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ പിന്നെ പട്ടയത്തിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ CRZ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ പിന്നിൽ വരും. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞത്, എന്തുകൊണ്ടാണ് 2016 ശേഷം ഇവർ ഇതിൻ്റെ അകത്തേക്ക് വരുന്നതെന്ന് അറിയാം. 2015 സാഗർമാല പ്രോജക്റ്റ് വന്നത്. അന്ന് തന്നെ 1,20,000 കോടി രൂപയോളം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അതിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി റോഡ്, അതേപോലെ തന്നെ സമുദ്രം, ഉൾനാടൻ ജലാശയങ്ങൾ, ഗ്രീൻഫീൽഡ് സിറ്റി, റെയിൽവേ, ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വരുത്താൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഈ 610 കുടുംബങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പോർട്ടായിരുന്നു മുസിരിസ് പോർട്ട്. ആ മുസിരിസ് പോർട്ടിന് മേലേൽ ഇപ്പോൾ അഴീക്കോട് മുനമ്പം പാലം വന്നു. ഇവിടെ ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് പ്രശസ്തമായിട്ടുള്ള 2 ബീച്ചുകളായിട്ട് ഇടം നേടി. സുന്ദരമായ പ്രദേശം, ഇവിടുത്തെ പള്ളി, ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഡെവലപ്മെൻറ്റ്സായി. ഇതെല്ലാം കണ്ടപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാമെന്നുള്ള ആഗ്രഹത്തിൽ ഇത്രമാത്രം ഞങ്ങൾ ഇതിൻ്റെ പിന്നിലേക്ക് ആഴ്ന്നിറങ്ങുമെന്നോ ഞങ്ങൾ ഇങ്ങനെ സംഘടിതമായിട്ട് മുന്നേറുമെന്ന് ഇവരാദ്യം ധരിച്ചില്ല. നിയമവ്യവഹാരത്തിലേക്ക് ഞങ്ങളിത് സ്റ്റഡി ചെയ്ത് ഇത് വഖഫല്ല എന്ന് തെളിയിക്കുന്ന സ്റ്റേജിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. കാരണം ഞങ്ങളെ പതുക്കനെ ഇവിടെ ഇട്ട് പൂട്ടാമെന്നാണ് വിചാരിച്ചത്. കരമടക്ക് അരച്ചു കൊടുത്തു. ഞങ്ങളിങ്ങനെ കിടക്കും സത്താർ ഐലൻഡിലും പല സ്ഥലങ്ങളിലെല്ലാം ഇത് തന്നെയാണ്. പക്ഷേ ഞങ്ങളിത് കൃത്യമായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടൻ ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. പല ഡോക്യുമെൻറ്റ്സ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ കൂടിയാൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇതിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു പരാജയം ഉണ്ടോ? തീർച്ചയായിട്ടും റവന്യൂ വകുപ്പ് ശരിയായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. കളക്ടർ അന്ന് ജാഫർ മാലിക്കാണ് അന്നത്തെ കളക്ടറായിട്ട് വരുന്നത്. 2021 അദ്ദേഹം കളക്ടറായിട്ട് വരുന്നു. 2022 വരുന്നു. 21 ജൂലൈ 13-ാം തീയതി 23-ാം തീയതിയാണ് അദ്ദേഹം വരുന്നത്. തൊട്ടടുത്ത് 6 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിന് സ്റ്റേ വാങ്ങിച്ചു. ജാഫർ മാലിക് കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഇത് 2019 വഖഫ് ചെയ്ത ശേഷം, വഖഫിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ നികുതി അടയ്ക്കരുത് എന്ന് നിങ്ങൾക്ക് നോട്ടീസ് തരുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പിന് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം നോക്കാം, പരിശോധിക്കാം. ഞങ്ങൾക്ക് നോട്ടീസ് തന്നില്ല സാർ. ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ല. അതല്ല, കരം സ്വീകരിച്ചില്ലല്ലോ. കരം സ്വീകരിക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർക്ക് മേളിൽ നിന്ന് നിർദ്ദേശം കിട്ടി. ആ നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് വഖഫ് ചെയ്തത് ശരിയായിട്ടാണോ എന്ന് പരിശോധിക്കേണ്ടത് റവന്യൂ വകുപ്പിന്റെ അത് പരിശോധിക്കൂല. കാരണം എന്താ പറയുക, ഈ സംഭവം ഉണ്ടായിട്ട് ഞങ്ങള് അന്ന് ഈ റവന്യൂ മന്ത്രി രാജസാറാണ്. രാജസാറിനെ ഞങ്ങൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ, അയ്യോ അത് ഈ വഖഫ് ഭൂമിയാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല, വഖഫ് ഭൂമിയാണ്, ഒടിയിച്ചില്ല അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിനെ ഞങ്ങൾ പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി
ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്ത് പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടും ഇത് വക്കഭൂമി അല്ലെന്നാണ്. ആദ്യം ഇത് വക്കപ്പാണെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പുറത്തൊരു സംസാരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അദ്ദേഹം ഓടിക്കുന്നത് ഇതും പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ ഇത് വക്കഭൂമിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് ഏത് കൊല്ലം? അത് 2022 അന്ന് റവന്യൂവിൽ ഇവിടെ കളക്ടറായിരിക്കുന്നത് കളക്ടർ ജാഫർ മാലിക്. അദ്ദേഹം ഈ പണി ഒപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ ഉമേഷ് വന്നപ്പോഴാണ് അല്ല, ഉമേഷ് സാർ വന്നു കഴിഞ്ഞപ്പോൾ ഉമേഷ് സാറിന് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരിട്ട് പോയി ഞങ്ങൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചു പഠിപ്പിച്ചു. ഇപ്പോഴത്തെ CM-ന്റെ വീട്ടിൽ ഞാനും സെബാസ്റ്റ്യനും പോയി എല്ലാ ഡോക്യുമെന്റ്സും കെട്ടുകണക്കിന് ഡോക്യുമെന്റ്സ് ആണ് വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് സാർ പഠിച്ചിട്ടാണ് പറഞ്ഞത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നിയമജ്ഞരും. അപ്പം നിങ്ങൾ റവന്യൂ സെക്രട്ടറിയും കണ്ടിരുന്നു. റവന്യൂ സെക്രട്ടറിനെ വഖഫിന്റെ സെക്രട്ടറിനെ രാജമാണിക്യം വന്നിട്ട് കണ്ടിരുന്ന രാജമാണിക്യം സാർ രാജമാണിക്യം വന്നിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. അല്ല, രാജമാണിക്യം സാർ വരുന്നത് അതിന് പോയിട്ട് അത് തന്നെ കണ്ടിരുന്നു. അല്ല, ഞങ്ങൾ സെക്രട്ടറി ആയിട്ടല്ല ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്നേരം അവിടെ വന്നത് ഒരു ജോർജ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ അന്നേരം അബ്ദുൾ റഹ്മാൻ സാർ ഉണ്ടായിരുന്നു, വഖഫിൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു, റവന്യൂ സെക്രട്ടറി ഉണ്ടായിരുന്നു, അന്നേരം ഉണ്ടായിരുന്നു ഞങ്ങൾ മീറ്റിങ്ങിന്റെ സമയത്ത്. അല്ല, നിങ്ങൾ ആദ്യം റവന്യൂ മന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനേ നിങ്ങൾക്ക് പറ്റുന്നില്ല. വഖഫ് ഓൾവേസ് വഖഫ്, ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നൊരു ധാരണയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്ക് വന്നുപെട്ടത്. പക്ഷേ ഈ പറയുന്ന ആമിനയുടെ ചരിത്രവും 1948 അത് വാങ്ങിക്കണതും 1950 ഈ ആധാരത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം പിന്നീടാണ് വരുന്നത്. അപ്പോൾ സർക്കാർ തന്നെ U-turn തിരിഞ്ഞു എന്ന് പറയാം. സർക്കാർ U-turn തിരിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നുള്ളത് വന്നത്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത് വഖഫ് പ്രോപ്പർട്ടിയേ അല്ല. പിന്നെ ലാൻഡ് ഗ്രാബിംഗ്, അൾട്രാ വൈറസ്, അതൊക്കെ ബാഡിനിലോ അതൊക്കെ നമ്മുടെ നിയമസഭാ മന്ദിരവും പാർലമെന്റ് മന്ദിരവും ഒക്കെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പരാമർശം കൂടി ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ആദ്യം ഞങ്ങൾക്ക് എതിരായിരുന്നു. പക്ഷെ കേരള സമൂഹം, നീതിബോധമുള്ള കേരള സമൂഹം ഏറ്റെടുത്ത്. അല്ല, നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് പറ്റിയത് ചരിത്ര രേഖകൾ മുഴുവൻ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അതെ 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 അതെ. അല്ല, നമ്മൾ സമൂഹം കൂടെ നിന്നിട്ട് അല്ല, ഈ സമൂഹത്തിലേക്ക് ഞങ്ങൾ ഈ ഡോക്യുമെന്റ് എറിഞ്ഞിട്ട് കൊടുത്ത്. ഈ 122 പേജ് ഉണ്ടല്ലോ, ഒരാളിൽ നിന്ന് ഇത് മൊത്തം വായിക്കാൻ മെനക്കെടാറില്ല. അപ്പോൾ അതിന്റെ സമ്മറിയാണ് പലപ്പോഴും ആളുകൾ നോക്കുക. അപ്പം അത് പലപ്പോഴും വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കത്തിൽ ആളുകൾ ഒരു ശരിയായ ഉത്തരത്തിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല, രണ്ടു കൂട്ടരും തമ്മിലുള്ള തർക്കം തുടരുകയാണല്ലോ. നമ്മൾ ഒരു ശരി കണ്ടെത്തിയാൽ അതിനെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയെങ്കിലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. അപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലാണ് ഇനി തീരുമാനം എടുക്കേണ്ടത് അല്ലേ? അതെ അതെ. വഖഫ് ട്രൈബ്യൂണല് 2025 മെയ് 23 അദ്ദേഹം സാറ് മാറിപ്പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഏപ്രിൽ 19 മുൻപ് ഞാൻ വിധി പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വഖഫ് ബോർഡ് ചെയ്തത് ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. വിധി പറയരുത്, കാരണം 26 വരെയാണ് അവർ വാങ്ങിച്ചത്. കാരണം രാജൻ സാറ് മാറിപ്പോകുന്ന സമയം വരും. അപ്പോൾ പുതിയ ഒരാൾ വന്നാൽ വീണ്ടും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. മിനിമോൾ അടുത്ത ജഡ്ജിയായിട്ട് വരുന്നു. മിനിമോൾ മാഡം വന്നിട്ടും ഈ ഇത് വിധി പറയാൻ വേണ്ടി പോകുന്ന സമയത്താണ് വിധി പറയരുതെന്നും പറഞ്ഞ് വീണ്ടും മെയ് 3 വരെ വിധി പറയരുതെന്നും പറഞ്ഞ് സ്റ്റേ ആവും. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നും ആ കേസാണ് വന്നേക്കുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷെ അത് പാസ് ഓവർ ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന നിയമോപദേശം എന്താണ്? ഇനി ചെയ്യാൻ സർക്കാർ തലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്നാണ് നിങ്ങൾക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നത്? ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമോപദേശം, ഞങ്ങൾ ഇന്നിപ്പോൾ MP ഇവിടുത്തെ ഞങ്ങളുടെ MP ഹൈബീഡൻ സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു ഡിസ്കഷൻ നടത്തിയതായിരുന്നു. അതുപോലെ തന്നെ AG ആയിട്ടിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ ഇന്ന് നടത്തിയത്. പുതിയ AG ആയിട്ട് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിനൊരു ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യും. അതോടുകൂടി നമുക്ക് എന്താവും, റവന്യൂ അവകാശങ്ങൾ നമ്മുടെ എല്ലാം സ്ഥാപിച്ച് കിട്ടും. അടിയന്തിരമായിട്ട് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വഖഫ് ബോർഡ്, നമ്മളൊറ്റ ആവശ്യമുള്ളൂ, വഖഫ് ബോർഡ് തെറ്റായ നടപടിക്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലെ വഖഫ് ബോർഡ്.
കാരണം ഡിസ്പ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉമീദ് പോർട്ടലിൽ ചേർക്കാൻ പാടില്ല. ഇപ്പൊ ഈ നിലവിലുള്ള സർക്കാരിൽ നിന്നും നീതിപൂർവമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ CM ആയിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ CM എന്ത് പറഞ്ഞു ഇപ്പമായി? കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി എന്നുള്ള കസേരയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ച് ഈ കാര്യത്തിൽ? അല്ല, അദ്ദേഹം അദ്ദേഹമാണ് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിരുന്നത് കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളതുകൊണ്ടാണല്ലോ ഏജിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനും അതേപോലെ കേസ് വരുന്നത് ആഴ്ചയിൽ വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. അല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എന്ത് നിങ്ങളോട് പറഞ്ഞു? നിയമോപദേശം തന്നു, നിങ്ങൾ അത് പോയിട്ട് ഇന്ന രീതി ചെയ്തോളാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സ്ഥലം MLA ടോണി ചെമ്മണി, അതേപോലെ തന്നെ കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് സാറ്, അതേപോലെ എറണാകുളം MLA TJ വിനോദ് സാറ്, ഇപ്പം ഇന്നിപ്പോൾ ഹൈബീഡൻ MP, എല്ലാവരെയും ഞങ്ങൾ കണ്ടു. പിന്നെ ഇപ്പം ആംബ്രോസ് പിതാവ് CM ആയിട്ട് സംസാരിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ റവന്യൂ അവകാശങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങളുടെ സ്ഥാപിച്ചു തരും. അത് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ബാങ്ക് വായ്പ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സുതാര്യമായി കിട്ടും. പിന്നെ ട്രൈബ്യൂണലിന്റെ വിധി ഇപ്പൊ സ്റ്റേ മാറി കഴിഞ്ഞാൽ ട്രൈബ്യൂണലിൽ പെട്ടെന്ന് വിധി പറയാലോ. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയാണ് വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കഴിയും. അപ്പൊ നിങ്ങളൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ? 100% ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോഴും ഫുൾ ടൈം അതിന്റെ പിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.